السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على فضل المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العلي العظيم. فقد قال رسول الله صلى الله عليه وسلم: من نفس عن مؤمن قربة من قرب الدنيا نفس الله عنه قربة من قرب يوم الآخرة. صدق رسول الله صلى الله عليه وسلم. അഭിവന്യരായ സയ്യിദ് ഷിഹാബുദ്ദീൻ ആന്തറൂത്ത് തങ്ങളവർകളെ, സയ്യിദ് അഷറഫ് തങ്ങളവർകളെ, യോഗാധ്യക്ഷൻ, സമസ്ത കേരള സുന്നി വചന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ബഹുമാനപ്പെട്ട MP അബ്ദുള്ള ഫൈസി, മറ്റ് വേദിയിലുള്ള സംഘടനയുടെയും മറ്റ് വിവിധ മേഖലകളിൽ ദീനി നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ, ഉമറാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പരിപാടി ശ്രവിക്കാൻ വന്ന എല്ലാ സുഹൃത്തുക്കളോടും റോഡിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുക. ഈ ഭാഗത്തേക്ക് ദയവുചെയ്ത് എല്ലാവരും മാറി നിൽക്കുക. വോളണ്ടിയർമാർ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. വോളണ്ടിയർമാർ അവരുടെ സേവനം നടത്തിക്കോട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കുക. എല്ലാവരും നമ്മൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ വന്നവരാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ وعلى آله وصحبه أجمعين. يا سيدي سندي غوثي ويا مددي مجير، يا سيدي سندي غوثي ويا مددي واللي ظهيرنا للأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ബഹുമാനപ്പെട്ട UPS തങ്ങൾ ആലമ്പാടി സദസ്സിൽ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ നാടിൻ്റെ സ്വാഗതം ആശംസിക്കുകയും മഹാനവർകൾക്ക് അല്ലാഹു തആല ഇസ്സത്തും സലാമത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങിയ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു സാന്ത്വന കേന്ദ്രത്തിന് അതിനെന്തുകൊണ്ടും അർഹനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ ശിലയിടാൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, സ്വാന്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശാരീരികമായ അവശതകൾക്ക് സാന്ത്വനം മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയമായ മാനസികമായ വൈകല്യങ്ങൾക്കുള്ള സ്വാന്തനം കൂടിയാണ് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ലക്ഷ്യമിടുന്നത്. മനുഷ്യന്റെ ബാഹ്യ രൂപം നന്നായത് കൊണ്ട് മാത്രം നന്നായില്ല, അവന്റെ ആത്മീയമായ വശവും കൂടി നന്നാകണം. ഈ നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനും മതത്തിനും
ഗുണം ചെയ്യണമെങ്കിൽ നല്ല മനസ്സുള്ള, നല്ല ചിന്താശക്തിയുള്ള, നല്ല പെരുമാറ്റമുള്ള ഒരു തലമുറ, ആ നിലയിലുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരണം. അതിനു വേണ്ടി തീവ്രതയില്ലാതെ, ഭീകരവാദമില്ലാതെ, അതിന് പ്രോത്സാഹനം നൽകാതെ, അതിന് ഒത്താശകൾ ചെയ്തു കൊടുക്കാതെ, ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും അവർക്ക് മാനസികമായ വിഷമങ്ങൾ വരുമ്പോൾ ആ നിലയിലുള്ള സാന്ത്വനമായ വചനങ്ങൾ നൽകിക്കൊണ്ട് അവരെ നന്നാക്കാനുള്ള സാന്ത്വന കേന്ദ്രം അത് എല്ലാ പ്രദേശങ്ങളിലും ആവശ്യമാണ്. നമ്മുടെ മസ്ജിദുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സുന്നി സെന്ററുകൾ, സാന്ത്വന കേന്ദ്രങ്ങൾ, ഇതൊക്കെ വിഭാവനം ചെയ്യുന്ന ആശയം ഇത് തന്നെയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ലോക സൃഷ്ടാവായ സർവ ചരാചരങ്ങളുടെയും ഖാലിക്കായ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യർക്ക് നൽകിയ മതമാണ്. ഈ മതം അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ മനുഷ്യനെ എവിടെയെങ്കിലും തളച്ചിടുന്ന ഒരു ആദർശമോ അല്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് കൊണ്ടറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗവും അല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂൻ, മറ്റെല്ലാ മുസ്ലിമീങ്ങളും മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകൊണ്ടുള്ള ശല്യത്തെ തൊട്ടും അവന്റെ വാചക കസർത്ത് കൊണ്ടുള്ള ശല്യത്തെ തൊട്ടും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിമാൻ. ഒരു മുസ്ലിമിനിക്ക് മറ്റൊരു മുസ്ലിമിനെ കൊണ്ട് മാനസികമായ വിഷമം അവന്റെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഉണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ച് ഇസ്ലാം മുസ്ലിം എന്ന് അവനെ സംബന്ധിച്ച് പരാമർശിക്കുന്നില്ല, വിശേഷിപ്പിക്കുന്നില്ല. പേര് ഇതൊക്കെ തന്നെ ആയിരിക്കാം, മുഹമ്മദ് എന്നോ നാഫിയോ എന്നൊക്കെ ആയിരിക്കാം. മറ്റൊന്ന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അത് നമ്മുടെ പാരത്രികമായ ലോകത്തുള്ള വിജയത്തിന് വേണ്ടിയാണ്. അദ്ദുന്യാ ളില്ലുൻ സായിൽ, ഈ ഭൗതിക ലോകം അത് പെട്ടെന്ന് നീങ്ങിപ്പോകുന്ന ഒരു തണൽ മരം പോലെയാണ്, ഒരു മരത്തിന് തണൽ പോലെയാണ്. രാവിലെ അത് ഒരു ഭാഗത്ത് കാണാം, രാവിലെ തണൽ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വൈകുന്നേരം അത് കിഴക്ക് ഭാഗത്ത് കാണാം. നീണ്ടു നീണ്ടു പോയി കുറച്ചു നേരം കഴിയുമ്പോൾ ആ തണൽ അപ്രത്യക്ഷമാകും. അതുപോലെയാണ് ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം, സ്ഥായിയായ ജീവിതം. അത് പാരത്രിക ലോകം എന്നാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്തുള്ള മോക്ഷത്തിന്, വിജയത്തിന്, അവിടെ സമാധാനത്തിന്, രക്ഷക്ക് ചില നിബന്ധനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കർമ്മശാസ്ത്രവും വിശ്വാസ കാര്യങ്ങളും. ഈ ആദർശത്തിന് വൈകല്യം വരുമ്പോൾ അവർ പേരെന്താണെങ്കിലും അവർ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരായി പരിഗണിക്കപ്പെടുന്നു. ഈ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ അല്ലാഹു അല്ലാതെ ആരാധനക്കർ അർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്നും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും ഹൃദയം കൊണ്ട് കരുതി നാവ് കൊണ്ട് പരസ്യമായി വ്യക്തമാക്കി പറയുകയും ചെയ്യുന്ന, നേരത്തെ പറഞ്ഞതുപോലെ കർമ്മവും വിശ്വാസവും നന്നാക്കുന്നവർ പേരെന്താണെങ്കിലും അവരെ സംബന്ധിച്ച് ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്നു. ഇതൊരു വർഗത്തിന്റെ മാത്രം പേരല്ല, ആദർശത്തിന്റെ ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ മുസൽമാൻ, അവൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ മാർഗം എന്നാണ്. അവനെ സംബന്ധിച്ച് മുസ്ലിം എന്ന് പറയും, രക്ഷപ്പെട്ടവൻ എന്ന് പറയാം, ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും. ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തന്നു, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഈ ഭൗതിക ലോകം ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു. നിങ്ങൾ മരണപ്പെട്ട് മരണശേഷം
ദീർഘമായ ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയിലേക്കുള്ള ഒരുക്കു സാധനങ്ങൾ ഇവിടെ നിന്ന് കൃഷി ചെയ്ത് തയ്യാറാക്കി അത് നിങ്ങൾ കൂടെ കരുതേണ്ടിയിരിക്കുന്നു. അതിനുള്ള വേദിയാണ് ഭൗതിക ലോകം. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം അത് നിർബന്ധമാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പ്രായപൂർത്തിയായി വിശേഷ ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ ശുദ്ധിയുമുണ്ടെങ്കിൽ അവർക്ക് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. കൊല്ലത്തിൽ 30 ദിവസം നോമ്പ് നോക്കല് അത് നിർബന്ധമാണ്. 5 നേരത്തെ നിസ്കാരവും നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു കൃത്യമായ കണക്കിന് അനുസൃതമായി സമ്പത്തുണ്ടായി അതിൽ കൂടുതലുണ്ടായാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നാണയമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളാണെങ്കിലും ഒക്കെ അതിന് ചില കണക്കുകളുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഇതുകൊണ്ട് ഇസ്ലാം പൂർത്തിയായി എന്ന് ആരും ധരിക്കരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധങ്ങൾക്കും ബാധ്യതകൾക്കും ഒരുപാട് വില കൽപ്പിച്ച മതമാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം. ആ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യർക്ക് പരസ്പരം ഒരുപാട് ബന്ധങ്ങൾ കടപ്പാടുകളുണ്ട്. ഒന്നാമതായി പറഞ്ഞ് പരസ്പരം കണ്ടാൽ അസ്സലാമു അലൈക്കും പറയൽ സുന്നത്താണ്. അത് കേട്ടാൽ വഅലൈക്കും അസ്സലാം എന്ന് മടക്കൽ അത് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലുണ്ടാകട്ടെ. പ്രത്യുപകാരമായി അങ്ങോട്ട് പറയുന്നു, നിന്റെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. പരസ്പരം സ്നേഹം വിതരണം ചെയ്യുന്ന സലാമത്തിന്റെ രക്ഷയുടെ പ്രാർത്ഥന കൈമാറുന്ന ആ അഭിവാദ്യം അത് മുസ്ലിമീങ്ങളുടെ ഒരു ബാധ്യതയാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് കടമകൾ. ഇതൊക്കെ ഈ ലോകത്ത് പഠിപ്പിച്ച പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയാണ്. അതിനു മുമ്പ് 1,23,000 ചില്ലാനം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലമാ ഉമ്മത്തി കഅംബിയായി ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്. ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സ്ഥാനം അമ്പിയാക്കന്മാരുടെ, ബനു ഇസ്രായേലിലുള്ള അമ്പിയാക്കന്മാരുടെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നാമം എന്താണെങ്കിലും വേഷമേതാണെങ്കിലും പണ്ഡിതന്മാരെ ഇകഴ്ത്തുന്നവർ അവർ അമ്പിയാക്കന്മാരെ ഇകഴ്ത്തുന്നവർക്ക് തുല്യമാണ്. പണ്ഡിതന്മാരെ ഇകഴ്ത്തിയ ഒരു സമൂഹവും ഈ ലോകത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നവരാണെന്നോ സമാധാനം പ്രചരിപ്പിക്കുന്നവരാണെന്നോ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം എന്തുകൊണ്ട്? പണ്ഡിതന്മാർ അവർ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഇകഴ്ത്തുന്നവർ ആരാണെങ്കിലും നാം സമൂഹം മുസ്ലിമീങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി മുസ്ലിമീങ്ങൾ ഒരു ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുന്ന ഏതൊരു സമുദായവും ആ സമുദായ നേതൃത്വത്തെ ഇകഴ്ത്തുകയും അവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ചര്യ ഇവിടെ അത് തലമുറ കൈമാറി 1921 കാലം വരെ ഏകാഭിപ്രായത്തിൽ കേരളക്കരയിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്നു. പിന്നീട് വിദേശങ്ങളിൽ നിന്ന് ഐക്യസംഘം എന്ന പേരിൽ നിന്ന് ഇവിടെ സംഘടിച്ച് വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബിദഈ ആശയം, നബീന ആശയം ഇവിടെ വിതരണം ചെയ്യപ്പെട്ടപ്പോൾ അവര് ആദ്യമായി പറഞ്ഞത് ഇവിടുത്തെ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാനാണ് അവർ തുനിഞ്ഞത്. അവർ പറഞ്ഞു ഇവിടെ മാലകളും മൗലൂദുകളും അത് പണ്ഡിതന്മാരുടെ പള്ളപ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാക്കിയതാണെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ നമ്മുടെ സദസ്സുകളിലൊക്കെ ആലപിക്കാറുള്ള ബുർദ ബൈത്ത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്തുകൊണ്ടുള്ള ബാനത്തു സ്വാദ് എന്ന് പറയുന്ന ബൈത്ത്, ബാനത്തു സ്വാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർക്ക് നേരെ അഭിമുഖമായി പാടിയ ബൈത്താണ്. നബി തങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുത്തതാണ്. ആ മൗലൂദിന് അത് വിധിയത്തല്ല, നബി തങ്ങൾ തന്നെ
അതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുപോലെ മാലകളെ സംബന്ധിച്ചും മൗലൂദുകളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്താൽ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരം നൽകിയ അവിടുത്തെ ചര്യയിൽപ്പെട്ടതാണ്. ഈ വിദേഹത്തുകാർ വന്ന് അങ്ങനെ മാലകളെയും മൗലൂദുകളെയും അധിക്ഷേപിച്ചു. അത് പാരായണം ചെയ്യുന്ന പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചു. പിന്നീട് മൊത്തം സമൂഹത്തിലുള്ള പണ്ഡിതന്മാരെ ഇകത്താനും തരം താഴ്ത്താനും തുനിഞ്ഞു. അപ്പോൾ പരിശുദ്ധമായ അഖിലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സംഘടിച്ചുകൊണ്ട് രൂപീകരിച്ച പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ കാണുന്ന ഈ ചുവപ്പും പച്ചയും വെള്ളയും കലർന്ന ത്രിവർണ്ണ പതാക കയ്യിലേന്തിക്കൊണ്ട് നമുക്ക് നേതൃത്വം നൽകിയ, ഇന്ന് ഇതിന് കളറിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദി നമ്മളല്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സംഘടന സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിൽ 6000 ചില്ലാനം ശാഖകളുണ്ട്. 404 നമ്പർ ആയി അംഗീകരിക്കപ്പെട്ട ശാഖയാണ് ഈ ചെടേക്കാലിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഇവിടെ ഈ ഭാഗത്ത് പര്യടനം നടത്തിയ കാലം അദ്ദേഹത്തെ പരിചയമുള്ളവർ നമ്മളെ സൂപ്പിഞ്ഞാജിനെ പോലെ ഏതെങ്കിലും 1-2 ആൾക്കാരുണ്ടാകുമെന്നല്ലാതെ അധികം ആൾക്കാർക്കും അറിയില്ല. ഞാൻ പള്ളി ദർസിൽ ഓതാൻ വേണ്ടി പോയ ആദ്യ കൊല്ലത്ത് 1971 എന്ന് പറഞ്ഞാൽ ഉറുമിയിലോ മുട്ടത്തോ ഓതുന്ന കാലത്ത്, ആ കാലത്താണ് ഇവിടെ സമസ്ത കേരള സുന്നി വചന സംഘത്തിന് ബീജാവാപ്പം നൽകിയത്. അന്നും ഈ പതാകയുടെ കളർ ഇത് തന്നെയാണ്, ഇന്നും ഈ പതാകയുടെ കളർ ഇത് തന്നെയാണ്. 60-ലും മാറിയിട്ടില്ല, 90-ലും മാറിയിട്ടില്ല, 1-ലും മാറാത്ത ആ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രംഗത്ത് വന്ന് ആ വിധേയകാരെ പ്രതിരോധിക്കുകയുണ്ടായി. പിൽക്കാലത്ത് പണ്ഡിതന്മാർ മാത്രം സംഘടിച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കി 1954-ൽ രൂപീകൃതമായ യുവജന സംഘടനയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അതിന്റെ 404-ാമത്തെ ശാഖ 1971-ൽ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പതാകയുടെ കീഴിൽ അത് പ്രവർത്തിക്കുന്നു. ഒരു മാറ്റവും വന്നിട്ടില്ല. പിൽക്കാലത്ത് 1973-ൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി രൂപം കണ്ട കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ 555-ാമത്തെ ശാഖയാണ് ചെടേക്കാലിലേത്. 1976-ൽ സംഘടന രൂപം കൊണ്ട് 3 വർഷം കഴിയുമ്പോൾ ഈ സംഘടനയുടെ SSFന്റെ 1-ാമത്തെ ശാഖ ദേലമ്പാടിയിലാണ്, കാസർഗോഡ് ജില്ലയിലാണ്. 7-ാമത്തെ ശാഖയും നമ്മുടെ പഞ്ചായത്തിലാണ്, ബദിയടുക്കയിലാണ്. 13-ാമത്തെ ശാഖ കാസർഗോഡ് താലൂക്കിലാണ്, പേരാലിലാണ്. അതിന്റെ 555-ാമത്തെ ശാഖ 1976-ൽ ത്രിവർണ്ണ പതാക SSF മേലെ പച്ചയും നടുവിൽ വെള്ളയും താഴെ നീലയുമായി നടുവിൽ SSF എന്ന് ആലേഖനം ചെയ്യപ്പെട്ട പതാക. അതില് ഒരു പിളർപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്താക്കലോ പുറത്തു പോകലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സംഘടന അൽഹംദുലില്ലാഹ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു 76 മുതൽ. ഈ സംഘടനയുടെ കീഴ് പ്രവർത്തനം കൊണ്ട് കേരളക്കരയിലും ഇന്ത്യ മഹാരാജ്യത്തും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാര് ബിദഈ ആശയത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിദഈ ആശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രാവശ്യം ബിദഈ കക്ഷികളുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവർ ഇവിടെ ഒരു ചുമരെഴുത്ത് എഴുതുകയുണ്ടായി, ഇന്ത്യയുടെ ഭാവി ഇസ്ലാമിലൂടെ. അതായത് ഇസ്ലാം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണെന്നുള്ള നിലയിലുള്ള ഹൈന്ദവരെയും ക്രൈസ്തവരെയും ജൈനന്മാരെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും പ്രകോപിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടടുത്ത മതിലിൽ ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ. ഇതാരാണ് ഉണ്ടാക്കിയത്? ഈ ബിദഈ കക്ഷികളാണ്. ഒരിക്കലും ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ തീവ്രതയോ ഭീകരവാദമോ മതസ്പർദ്ധയോ ഒരിക്കലും പ്രഖ്യാപിക്കുന്നില്ല, അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല, അവസരവും നൽകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഭീകരവാദം ബിദഈ കക്ഷികൾ വളർന്നാൽ ഭീകരവാദം ഇവിടെ വളരും.
അത് വർഗീയ കലാപത്തിന് കാരണമാകും എന്നല്ല ഇസിൽ, അതുപോലെ തന്നെ മുല്ലപ്പൂ വിപ്ലവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഇതിന്റെയൊക്കെ പിന്നിൽ ആരെന്ന് ചോദിച്ചാൽ ഇവിടെ രൂപം കണ്ട ഇന്നാർ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ പ്രസ്ഥാനക്കാരെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഇസ്രായേൽ പ്രസ്ഥാനക്കാരെന്ന് പറഞ്ഞ ആ വിഭാഗമാണ് ലോകത്തിൽ ഇസ്ലിന്റെ പിന്നിലും മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പിന്നിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഐക്യത്തോടുകൂടി സമാധാനപരമായി ജീവിച്ചിരുന്ന എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളെ അവരവിടെ ഭരണത്തിന്റെ പേരിൽ വിപ്ലവത്തിന്റെ പേരിൽ കഷ്ണങ്ങളാക്കി ഒരുപാട് മുസ്ലിങ്ങൾ അവിടെ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഈ വിധേയി കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഇകഴ്ത്തുന്ന പൂർവകാല ആശയങ്ങളെ അത് പഴഞ്ചനാണെന്നും അത് ഇസ്ലാമിന് പുറത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്ന അത്തരം വിഭാഗങ്ങളെ ശരിക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കാനും കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ട് വിശ്വാസം നന്നാക്കിക്കൊണ്ട് പാരത്രിക ജീവിതം നന്നാക്കാനും പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ അനുസരിച്ച് ജീവിക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന SSF, അതുപോലെ തന്നെ SYS, കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങിയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. അതിന്റെ ഈ സ്വാന്തന കേന്ദ്രം വെറും രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, മാനസികമായ രോഗങ്ങൾക്ക് കൂടിയുള്ള ചികിത്സയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കേന്ദ്രത്തിന്റെ പെട്ടെന്നുള്ള നിർമ്മാണത്തിനും തുടർന്ന് അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തും. മഹാനായ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നല്ല ഉയർന്ന നിലവാരത്തിലും നല്ല കാറിലും സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചാൽ ഉസ്താദ് എവിടെ എത്തൂല. ബഹുമാനപ്പെട്ട ഉസ്താദ് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു, നമ്മുടെ കന്യാന പഞ്ചിക്കല്ലിൽ വന്നിരുന്നു. ശിലാസ്ഥാപനത്തിന് വന്നപ്പോൾ ഞാനിവിടെ ഉണർത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ തലേ ദിവസം രാത്രി 3 മണി വരെ ദുബായിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഉസ്താദ് ഫ്ലൈറ്റിൽ വന്ന് കോഴിക്കോട് നിന്ന് കാർ മാർഗം സമസ്ത കേരള സുന്നി വചന സംഘത്തിന്റെ സംസ്ഥാന കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അൽ മക്കർ തളിപ്പറമ്പിൽ വന്നു. അവിടെ നിന്ന് ഏറ്റവും സ്പീഡുള്ള കാറിൽ കാസർഗോഡ് വന്നു. ഇവിടെ 2-3 പരിപാടികൾ ഉണ്ടായിരുന്നു. കന്യാര പരിപാടി കഴിഞ്ഞ് മൊഗരാരിൽ. അതിനിടയ്ക്ക് 1-2 വ്യക്തികൾ ഉയർന്ന സാമൂഹ്യ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളുമായുള്ള കൺസൾട്ടിംഗ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വൃദ്ധ്യാപരം ഉറൂസിന് പോയി. അതും കഴിഞ്ഞ് തിരിച്ച് മർക്കസിലേക്ക് രാത്രി പോയി. രാവിലെ 9 മണി വരെ ബുഖാരി ദർസും എടുത്ത് പിന്നെയും ഉസ്താദ് പോകുന്നത് പൊതുപരിപാടിയിലേക്കാണ്. ഉസ്താദ് അവിടെ ഇവിടെയും സ്വന്തം വീട്ടിലേക്ക് പോലും കയറിയിട്ടില്ല. ഈ മഹാനായ വ്യക്തി ഓട്ടോറിക്ഷയിൽ കയറിയാൽ എവിടെ എത്താനാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ. ദുബൈയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി ഈ കേരളത്തിലെത്താൻ എത്ര വർഷമാണ് സുഹൃത്തുക്കളെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആരെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും, നടന്നു വരുന്നവരുണ്ടാകും. അവരുടെ പ്രവർത്തനം ഈ മേഖലയിൽ നടക്കൂല. അതുകൊണ്ട് ഇവിടെ പെണ്ണ് പ്രസവിക്കുന്നത് കണ്ട് മച്ചി പെണ്ണ് അസൂയ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് എല്ലാവർക്കും എല്ലാ സംഗതിയും നടക്കൂല. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ടാവാത്തത് അന്നാസു അഅദാഉമാ ജഹിലു, മനുഷ്യൻ വിവരമില്ലാത്തതിന്റെ ശത്രുവാണ്. എനിക്കൊരു മർക്കസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു മക്കർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എന്റെ പ്രസ്ഥാനത്തിനും കഴിയുന്നില്ല. ഈ വസ്തുവഹകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയാൽ തിരക്കേടില്ല എന്നുണ്ട് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. അതിന് നല്ല പണി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുയായിയായി, അദ്ദേഹത്തിന്റെ സേവകനായി, അദ്ദേഹത്തിന്റെ ഖാദിമായി, അദ്ദേഹത്തിന്റെ ഒപ്പരം കൂടലാണ്. അൽഹംദുലില്ലാ, മഹാനായ ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ സ്പീഡുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹം ഒരു പ്രാവശ്യം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാർ ഒരിക്കലും ഓവർടേക്ക് ആയിട്ട് ആരും പോകാറില്ല. തൃശ്ശൂർ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്, കുറെ മെഡിക്കൽ കോളേജുകളും കുറെ പൊതുപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആള്. ഒരു പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂരിൽ കൂടി മുഖ്യമന്ത്രിയായി വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഔസേപ്പച്ചന്റെ കാറ് ഓവർടേക്ക് ചെയ്തിട്ട് വന്നു. അപ്പോ കരുണാകരൻ സാറ് അത് ഞെട്ടി,
ആരാടാ അത്, ആരുടെ കാറാന്ന് വെച്ച്. അത് ഔസേപ്പച്ചന്റെ കാറാന്ന് പറഞ്ഞു. അദ്ദേഹം പോയിക്കോട്ടെ. അദ്ദേഹം എന്നെ പോലെ തന്നെ കുറെ പൊതു സേവനം ചെയ്യുന്ന ആളാണ്, തിരക്കുള്ള ആളാണ്. കാരണം കരുണാകരൻ സാറിനെ ആ മുഖ്യമന്ത്രിനെ ഒരു പ്രാവശ്യം ആരും ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഏറ്റവും സ്പീഡുള്ള മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ധാരാളം പ്രവർത്തിക്കണമെങ്കിൽ നല്ല സ്പീഡ് വേണം. സ്പീഡില്ലാത്തവനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സ്പീഡുള്ള കാറ് വേണം. വെറും സ്പീഡിന് കാറ്, ചെറിയ കാറ്, നമ്മള് ഈ 1 ലക്ഷത്തിനൊക്കെ കിട്ടുന്ന കാറിന്റെ സ്പീഡ് അതിന് കണക്കായിരിക്കും. അപ്പൊ നല്ല വില കൊടുക്കേണ്ടി വരും. നല്ല വില കൊടുത്ത നല്ല കാറ്, അതിന് അസൂയ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ നേതാവ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താനക്കാരൊക്കെ ഓട്ടോറിക്ഷയിൽ വരുന്നതാണ്, ഇയാളെന്താ കാറിൽ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അസൂയ വെക്കണ്ട. ബഹുമാനപ്പെട്ടവർ തന്നെ ഇന്ന് രാവിലെ ഉസ്താദിനെ അദ്ദേഹം പ്രസിഡന്റായ മുഹിമ്മാത്തിന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംബന്ധിക്കേണ്ടതായിരുന്നു, സാധിച്ചില്ല. തിരക്കിട്ട പരിപാടികൾ കാസർഗോഡ് തന്നെ കുറെ ദിവസമായി അടുത്തടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. കൊല്ലത്തിലെ ഒരു പ്രാവശ്യമൊക്കെ അല്ലാണ്ട് ഒരു ജില്ലക്ക് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ തരാൻ കഴിയില്ല. അത്രയും തിരക്കിട്ട പരിപാടികളുണ്ട്. മർക്കസിന്റെയും മറ്റൊന്നും ഞാൻ പ്രവർത്തനം സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഉസ്താദ് അവർകൾ ഇന്ന് വളരെ തിരക്കിട്ട പരിപാടിയുള്ളത് കൊണ്ട് 3-4 പരിപാടികൾ ക്യാൻസൽ ചെയ്ത് നമ്മുടെ ചെറുവത്തൂരിന്റെ കിഴക്ക് കുന്നുകൈ ഭാഗത്ത് 2 പള്ളിയും സുന്നി സെന്ററുകളും ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുമ്പോൽ ഉറൂസിന് പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എത്തുമ്പോൾ നമ്മളൊക്കെ വളരെ സന്തോഷപൂർവ്വം ഉസ്താദിനെ സ്വീകരിച്ച് ആ സ്പീഡ് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദിന് വരാനും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഉസ്താദിന്റെ ആ നേതൃത്വത്തിന് കീഴിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങൾക്കും നാം എപ്പോഴും സഹായികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണക്കുന്നവരുമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മൊയ്ൻ സൈദി ഉസ്താദ് അവർ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ നാട്ടുകാരുടെ എല്ലാവിധ ഭാവുകങ്ങളും സ്വാഗതവും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.